ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹം അസകൃത് കൃഷ്ണായ ദത്തം മന. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തി അചഞ്ചലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമഃ. സശംഖചക്രം സകിരീടകുണ്ഡലം സപീതവസ്ത്രം സരസീരുഹേക്ഷണം സഹാരവക്ഷസ്ഥലശോഭി കൗസ്തുഭം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. പീതാംബരം കരവിരാജിതചക്രശംഖ കൗമോദഗീ സരസിജം. കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ വാസുദേവമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരയേ നമഃ. സ്വാമിയേ ശരണമയ്യപ്പ. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഗോപികാജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. രാധേ ഗോവിന്ദ രാധേ ഗോവിന്ദ. രാധേ ഗോവിന്ദ രാധേ ഗോവിന്ദ. രാധേ 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 രാധേ
രാധേ ഗോവിന്ദ രാധേ ഗോവിന്ദ രാധേ ഗോവിന്ദ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായ അവലീലോഭനീയം പീയൂഷാപ്ലാവിദോഹം തദനു തദുദരേ ദിവ്യകൈശോരവേഷം താരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദ രോമാഞ്ചിതാംഗൈഃ ആവീദം നാരദാദ്യൈഃ വിലസതുപനിഷത്സുന്ദരീ മണ്ഡലൈശ്ച. ധന്യാത്മാക്കളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും സാദര നമസ്കാരം. ഏവർക്കും തിരുവോണ ആശംസകൾ. പൊന്നിൻ ചിങ്ങമാസത്തിലെ തിരുവോണം വളരെ വിശേഷപ്പെട്ട ഒരു സുദിനമാണ്. നമുക്ക് നൂറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിലെ വലിയൊരു ഉത്സവമായിട്ട് തിരുവോണം മഹോത്സവമായിട്ടാണ് ഒരു കാലഘട്ടത്തിൽ ആഘോഷിച്ചു വന്നിരുന്നത്. ഇന്ന് സാങ്കേതികമായിട്ടുള്ള പദങ്ങളുടെ പ്രയോഗത്തിൽ വരികയാണെങ്കിൽ ഓണാഘോഷം പൂർവാധികം ശക്തമാണ്. പക്ഷേ പഴയ കാലഘട്ടത്തിലുണ്ടായ ആ ആഘോഷത്തിൻ്റെ പൊലിമ, ആ പൂക്കളത്തിൻ്റെ മനോഹാരിത, ആ ഗ്രാമീണ നിഷ്കളങ്ക അന്തരീക്ഷത്തിൻ്റെ മധുരിമ, അതിനൊക്കെ അല്പം മങ്ങലേറ്റിട്ടുണ്ട് എന്ന് നമുക്ക് അനുസ്മരിക്കാം. കാരണം കാലത്തിൻ്റെ കുത്തൊഴുക്കാണ്, വേറെ ഒന്നുമല്ല. നമ്മുടെ കേരളക്കരയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൊയ്ത്തുത്സവമായിട്ടാണ് ഈ ചിങ്ങമാസത്തിലെ തിരുവോണം ആഘോഷിക്കുന്നത്. പക്ഷേ എല്ലാ മാസത്തിലും തിരുവോണം എന്ന നക്ഷത്രമുണ്ട്. വിഷ്ണുവിനെ അനുകൂലമാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നക്ഷത്രമാണ് തിരുവോണം. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഴ്ചയാണ് വ്യാഴാഴ്ച. വ്യാഴാഴ്ച വിഷ്ണുവിനെ നമുക്ക് അനുകൂലമാക്കാൻ സാധിക്കുന്നു. അതുപോലെ 28 നക്ഷത്രങ്ങളിൽ തിരുവോണമാണ് നമുക്ക് ഓരോ മാസത്തിലും കിട്ടുന്ന വിഷ്ണുവിനെ അനുകൂലമാക്കാനുള്ള സുദിനം. പക്ഷേ തിരുവോണമാണെങ്കിലും ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിങ്ങമാസത്തിലെ
തിരുവോണത്തെയാണ് അനുസ്മരിക്കാറ് പതിവുള്ളത്. സന്താന സൗഭാഗ്യത്തിനും കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനുമൊക്കെ തന്നെ എല്ലാ തിരുവോണത്തിനും വിശേഷമായിട്ടുള്ള പ്രാർത്ഥനകൾ, വേദമന്ത്ര ജപങ്ങൾ, മിക്കവാറും പൗരാണികമായ വൈഷ്ണവ ക്ഷേത്രങ്ങളിലൊക്കെ തിരുവോണം വാരം, ഊട്ട്, പ്രത്യേക വേദമന്ത്ര ജപങ്ങൾ ഇങ്ങനെയൊക്കെ നടത്താറുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഏറ്റവും വിശേഷപ്പെട്ട ഒരു തിരുവോണം ചിങ്ങത്തിലാണെങ്കിൽ നമ്മളതിനെ ഓണം എന്ന് ചുരുക്കപ്പേരിലാണ് അറിയപ്പെടുന്നത്. ഓണത്തിന് പലതരത്തിലുള്ള ആചാരങ്ങൾ, ചടങ്ങുകൾ, ആഘോഷങ്ങളൊക്കെ ആയിട്ട് നടക്കും. കേരളക്കരയിൽ ഈ ഓണത്തിൻ്റെയൊക്കെ ആധികാരികമായിട്ട് പറയുന്ന ഒരു ഗംഭീരപ്പെട്ട ക്ഷേത്രമുണ്ട്, ഏവരും കേട്ടിട്ടുണ്ടാവും. തൃക്കാക്കര എന്നാണ് ആ ക്ഷേത്രത്തിന് പറയുന്നത്. തൃക്കാക്കര അപ്പൻ, തൃക്കാക്കരയപ്പൻ എന്നൊക്കെ പറയുന്ന ഒരു മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമാണ്. ശംഖചക്ര ഗദാപത്മങ്ങളോടുകൂടി പീതാംബരപ്പെട്ടുടുത്ത് അനേകായിരം കോടി സൂര്യനെ വെല്ലുന്ന പ്രകാശധോരണി പരത്തുന്ന കിരീടത്തോടുകൂടി, വനമാലയോടുകൂടി, കൗസ്തുഭരത്നത്തോടുകൂടി, കൈവളകളും കാൽവിളകളുമായി, പൊന്നരിഞ്ഞാണത്തോടുകൂടി, ഗോപിക്കുറിയോടുകൂടി, അതിസുന്ദരമായ മന്ദഹാസത്തോടുകൂടി, സൗന്ദര്യത്തിൻ്റെ മൂർത്തിമത് ഭാവമായി സകലരെയും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ആ തൃക്കാക്കര അപ്പൻ അവിടെ വാമനമൂർത്തിയായിട്ടാണ് അറിയപ്പെടുന്നത്. യാതൊരു സംശയമില്ല, എത്രയോ വർഷങ്ങളായിട്ട് പൗരാണികമായ ക്ഷേത്രമാണ്. ഈ തൃക്കാക്കര അപ്പൻ്റെ സന്നിധിയിൽ വെച്ചിട്ടാണ് കേരളത്തിലെ ഓണ ആഘോഷത്തിന് തുടക്കം കുറിക്കുന്നത്. ഓണാഘോഷത്തിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ അവസാനിക്കുന്നതും തിരുവോണം രാത്രിയോട് കൂടിയിട്ടാണ്, അതും തൃക്കാക്കര വെച്ചിട്ടാണ്. പിന്നീടുള്ളതൊക്കെ അനുബന്ധമായിട്ട് പിൽക്കാലത്ത് ഉണ്ടായിട്ടുള്ള ചടങ്ങുകളാണ്. തൃക്കാക്കരപ്പൻ പ്രത്യേകിച്ചും കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭമായ അല്ലെങ്കിൽ ഏറ്റവും ഗാംഭീര്യമുള്ള ഒരു വാമനമൂർത്തിയുടെ ക്ഷേത്രമാണ് തൃക്കാക്കര മഹാവിഷ്ണുവിൻ്റെ സന്നിധി എന്ന് പറയുന്നത്. ശരിക്കും ശ്രീകൃഷ്ണനൊക്കെ പൊന്നിൻ ചിങ്ങമാസത്തിലാണ് അവതരിച്ചത്, കൃഷ്ണാവതാരം. അതുപോലെ നമ്മൾ കേരളത്തിൽ അത്തം ചതുർത്ഥിയായിട്ട് ഗണപതിയായിട്ട് ബന്ധപ്പെട്ട ആഘോഷം നടക്കുന്നതും ചിങ്ങമാസത്തിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വാമനമൂർത്തിയുടെ അവതാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വാമനമൂർത്തി ശ്രവണദ്വാദശി ഒക്കെ ആയിട്ടുള്ള സുദിനത്തിൽ തിരുവോണം ദ്വാദശിയിൽ തിരുവോണം വിജയ എന്നുള്ള മുഹൂർത്തത്തിൽ അവതരിച്ചു എന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഈ വാമന അവതാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ തിരുവോണത്തിൻ്റെ ആഘോഷങ്ങളും ചടങ്ങുകളും നടക്കുന്നത്. ഇതൊക്കെ ഈ ഒരു സുദിനത്തിലും നമ്മൾ അനുസ്മരിക്കുന്നു. തൃക്കാക്കര അപ്പൻ്റെ സന്നിധിയിൽ അത്തത്തോടു കൂടിയിട്ടാണ്, അത്തച്ചമയം എന്നാണ് പറയുക, അത്തത്തോടു കൂടിയിട്ടാണ് ഈ ഓണാഘോഷത്തിൻ്റെ തുടക്കം കുറിക്കുന്നത്. കേരളത്തിലെ ഓണാഘോഷത്തിൻ്റെ തുടക്കം കുറിക്കുന്നത് തൃക്കാക്കരയിലെ അത്തത്തോടു കൂടിയിട്ടാണ്. അന്ന് അത്തച്ചമയത്തോടു കൂടി ചടങ്ങുകൾ ആരംഭിച്ച് പിറ്റേ ദിവസം കൊടിയേറ്റ്, അത് കഴിഞ്ഞ് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഉത്സവങ്ങളാണ്. തിരുവോണ ഉത്സവം എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ ഏറ്റവും ഗംഭീരമായിട്ട് ഉത്സവം നടത്തുന്നത് തൃക്കാക്കരയിലാണ്. ഇത് ഗംഭീരമായിട്ടുള്ള ചടങ്ങുകളും പരിപാടികളോടും കൂടി കൊടിയേറ്റുത്സവം, തിരുവോണത്തോടു കൂടിയിട്ട് കൊടിയിറങ്ങുന്ന ഉത്സവം. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളക്കരയിൽ ഈ ഓണത്തിന് ഇത്രമാത്രം പ്രാധാന്യം വന്നത്. ഒരു കാലഘട്ടത്തിൽ ഈ തൃക്കാക്കര ഉത്സവമൊക്കെ നടക്കുന്ന സമയത്ത് കേരളത്തിലെ 64 നാട്ടുരാജാക്കന്മാരുണ്ടായിരുന്നു. ഈ നാട്ടുരാജാക്കന്മാർ മുഴുവനും ചേർന്നാണത്രേ അവിടുത്തെ ഉത്സവം നടത്തിയിരുന്നത്. എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ മുഖമുദ്രയായിട്ട് വാമനമൂർത്തിയുടെ തൃക്കാക്കരയിലെ ക്ഷേത്രവും അവിടെയുള്ള ആഘോഷവും അത് പടർന്ന് പന്തലിച്ചിട്ടാണ് കേരളത്തിൽ ഇത്രയും പ്രാധാന്യത്തോടുകൂടി മറ്റേത് സ്റ്റേറ്റ്സിലുമില്ലാത്ത, അതായത് സംസ്ഥാനങ്ങളിലുമില്ലാത്ത രീതിയിൽ ഓണത്തിൻ്റെ പ്രാധാന്യം കേരളത്തിൽ ഉണ്ടായത്.
ഇത് വളരെ പൗരാണികമാണ്. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം. കൃതയുഗത്തിലെ 4 അവതാരങ്ങൾ: വാമനാവതാരം, പരശുരാമാവതാരം, ശ്രീരാമാവതാരം. ഇത് ത്രേതായുഗത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ വാമനാവതാരവുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രം ത്രേതായുഗത്തിലാണ്. പക്ഷേ ആ ആഘോഷം കേരളത്തിൽ എന്താണ് എന്നുള്ളത് പലർക്കും സംശയമുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ്? പക്ഷെ കേരളത്തിലാണല്ലോ ഭൂലോക വൈകുണ്ഠമായിട്ടുള്ള ഗുരുവായൂർ ക്ഷേത്രമൊക്കെ ഉള്ളത്. ഒരു കാലഘട്ടത്തിൽ ഗുരുവും വായുവും കൂടി പ്രതിഷ്ഠിച്ചത് ദ്വാരകയിലെ കുടികൊണ്ടിരുന്ന ആ കൃഷ്ണ ഭഗവാന്റെ അല്ല, സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ തന്നെ ചൈതന്യം നിറഞ്ഞിരിക്കുന്ന വിഗ്രഹം ഇവിടെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കേരളത്തിലുള്ളവർ എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ആഘോഷത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നു. ഇന്നും മത ജാതി ഭേദമന്യേ സാധാരണക്കാർ, സമ്പന്നന്മാർ എന്നുള്ള ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ആഘോഷിക്കുന്ന ഒരു ദേശീയ ഉത്സവമായിട്ടാണ് കേരളത്തിൽ ഈ മലയാളക്കരയിൽ പൊന്നിൻ ചിങ്ങമാസത്തിലെ തിരുവോണം ആഘോഷിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഈ തിരുവോണത്തിൻ്റെ മഹത്വം നമ്മൾ ഏവരും ഉൾക്കൊള്ളാനും അത് തലമുറയിലേക്കൊന്ന് കൈമാറാനുമുള്ളൊരു സന്ദർഭം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഇന്നത്തെ ദിവസം ഈ ഒരു ഓണത്തിൻ്റെ ചിന്തകൾ, ഓണാഘോഷത്തിൻ്റെ ചിന്തകളൊക്കെ ഒന്ന് അനുസ്മരിക്കുന്നത്. ഇത് നമ്മുടെ പുരാണത്തിൽ ഐതിഹ്യവുമായിട്ട് ബന്ധപ്പെട്ട് വാമന പുരാണത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഭഗവാന്റെ ഭക്തനായ മഹാബലിയുമായിട്ട് ബന്ധപ്പെടുത്തി ഉള്ള ഒരു കഥയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ആപദകാമനായ ഭഗവാൻ, അതായത് ആഗ്രഹങ്ങളൊന്നുമില്ലാതെ കഴിഞ്ഞതിനും നടക്കുന്നതിനും വരാനിരിക്കുന്നതിനും പ്രഭുവായിട്ടുള്ള ഭഗവാൻ, ഭൂതഭവ്യ ഭവൽ പ്രഭു എന്നാ പറയുക. അങ്ങനെയുള്ള ഭഗവാൻ എന്തിനു വേണ്ടിയിട്ടാണ് 3 അടി മണ്ണ് വാമന വേഷത്തിൽ, ഒരു ബ്രഹ്മചാരിയുടെ വേഷത്തിൽ വന്നിട്ട് ബലിയോട് യാചിച്ചതെന്നുള്ള ചോദ്യം, പൂർണ്ണൻ്റെ യാചന, അതാണ് ഇവിടെ പ്രധാനം. ഭഗവാൻ പൂർണ്ണനാണ്. ഭഗവാൻ ആരുടെ മുന്നിലും കീഴടങ്ങേണ്ട ആവശ്യമില്ല. എല്ലാ സൗകര്യങ്ങളും ഭഗവാനുണ്ട്. ഒരാളെ കീഴടക്കണമെങ്കിൽ ഒരു യാചകൻ്റെ വേഷത്തിൽ പോവുകയോ യാചിക്കുകയോ എനിക്ക് ഇന്നത് തരണമെന്ന് പറയുകയോ ഒന്നും ആവശ്യമില്ല. പക്ഷെ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്നുള്ള ചോദ്യം, ആ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് നമ്മൾ വലിയൊരു കഥാഭാഗം തന്നെ വിസ്തരിച്ച് വർണ്ണിക്കാനിടവന്നത്. അത് ഓരോരോ മന്വന്തരങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്ന സമയത്താണ് ആ മന്വന്തരത്തിലെ വിശേഷമായിട്ടാണ് പറഞ്ഞത്. ഇവിടെ മഹാബലി വലിയ യോഗ്യനാണ്. മഹാബലി ഇവിടെ ബലി എന്നാണ് പറയുക. എപ്പോഴാണോ ശ്രീ ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കിട്ടുന്നത്, അതോടുകൂടിയിട്ടാണ് ആരായിട്ട് മാറുന്നത്? മഹാബലിയായിട്ട് മാറുന്നത്. ശരിക്കും ബലി എന്നാണ് നമ്മൾ പറയുന്ന. മാവേലി അതൊക്കെ മലയാള ഭാഷ വന്നതിന് ശേഷമുള്ളതാണ്. അതിനെക്കുറിച്ച് നമുക്ക് ഒടുവിൽ ഒന്ന് അനുസ്മരിക്കാം. ഈ മഹാബലി ആയിരിക്കാം ചിലപ്പോൾ ചുരുക്കിയിട്ട് മാവേലി എന്നൊക്കെ പറയുന്നതെന്നൊക്കെ പറയുന്നു. ഏതായാലും ഈ ബലി എന്ന് പറയുന്ന യോഗ്യൻ പ്രഹ്ലാദൻ്റെ പുത്രൻ വിരോചനൻ്റെ പുത്രനാണ് ബലി എന്ന യോഗ്യൻ. ഈ ഭഗവാന്റെ മഹത്വം മനസ്സിലാക്കിയവർ, വിഷ്ണു ഭഗവാന്റെ മഹത്വം മനസ്സിലാക്കിയവർ ലോകത്തിൽ 12 പേരേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അതിലൊരാളാണ് ബലി എന്ന് പറഞ്ഞാൽ അത്രയും ഉയർന്ന ഭക്തനാണ് ബലി എന്നർത്ഥം. അങ്ങനെ ഒരു ഭക്തനെ ചവിട്ടിത്താഴ്ത്തി എന്ന് പറയുന്നതൊന്നും നമ്മുടെ പുരാണ പ്രസക്തമല്ല. പുരാണത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ലാത്തതാണ്. ഇതൊക്കെ പിന്നീട് ഉണ്ടാക്കിയിട്ടുള്ള കെട്ടുകഥകളാണ്, ഐതിഹ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടാക്കിയെന്ന് പറയുന്നു. അതും വിശ്വസനീയമല്ല. വളരെ കൃത്യമായിട്ട് നമുക്കതിൻ്റെ തെളിവ് സഹിതം പറയാൻ സാധിക്കും. അതായത് ഈ വളരെ ശ്രേഷ്ഠനായ ഒരു അസുരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അസുരനായ പ്രഹ്ലാദൻ പ്രത്യക്ഷപ്പെടുത്തിയിട്ടുള്ള നരസിംഹമൂർത്തിയാണ് ഇന്ന് പരദേവതയായിട്ടും വിഷ്ണുമൂർത്തിയായിട്ടും നരസിംഹമൂർത്തിയായിട്ടും ശാന്ത നരസിംഹമൂർത്തിയായിട്ടും ലോകം മുഴുവൻ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്, ഉഗ്ര നരസിംഹമൂർത്തിയായിട്ടും ഒക്കെ ആരാധിക്കുന്നത്. അപ്പോൾ അസുരബാലനായതുകൊണ്ടോ അസുരനെന്നോ ദേവനെന്നോ തിര്യജന്തു എന്നോ പക്ഷിയെന്നോ മൃഗമെന്നോ ഉള്ള വ്യത്യാസം ഭഗവാനെ സംബന്ധിച്ചില്ല. ഹൃദയത്തിൽ ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാൻ അനുഗ്രഹിക്കും. അതാണ് കുറേ മന്വന്തരങ്ങൾക്ക് മുമ്പേ 4ാമത്തെ മന്വന്തരത്തിൽ ഗജേന്ദ്രൻ എന്ന
ഒരു കാട്ടാനയെ ഭഗവാൻ വൈകുണ്ഠത്തിൽ നിന്നും വന്ന് ചക്രപാണിയായിട്ട് വന്ന് രക്ഷിച്ച കഥ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഹൃദയത്തിൽ ഭക്തിയുള്ളവരെ അനുഗ്രഹിക്കും. ഇവിടെ ബലി ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരുടെ നേതൃത്വത്തിൽ വിശ്വജിത്ത് എന്ന ഒരു യാഗം നടത്തി. ഗംഭീരപ്പെട്ട യാഗമാണ് വിശ്വജിത്ത് എന്ന യാഗം. ഈ വിശ്വജിത്ത് എന്ന യാഗം നടത്തിയപ്പോഴും മുത്തശ്ശനായ പ്രഹ്ലാദൻ പോലും വന്നിട്ട് മാല സമർപ്പിച്ചു. ബലി മുത്തശ്ശനെയും എല്ലാവരെയും പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചു. ഐശ്വര്യ പരിപൂർണനായി ബ്രാഹ്മണരുടെയും അതുപോലെ യജ്ഞത്തിൻ്റെയും അനുഗ്രഹം കൊണ്ട്. ബ്രഹ്മജ്ഞാനികളെയാണ് ബ്രാഹ്മണരെന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ച് ഓർമ്മിക്കുക. ഈശ്വരനിൽ സമ്പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ഒന്നിലും അപേക്ഷയില്ലാതെ എല്ലാം ഭഗവാന് വിട്ടുകൊണ്ട് സമ്പൂർണമായ ജ്ഞാനത്തോടുകൂടി പൂർണ്ണമായ അറിവോടുകൂടി കഴിഞ്ഞുകൂടുന്ന ആ ഉന്നതമായ മാനസിക അവസ്ഥയുള്ളവരെയാണ് ബ്രാഹ്മണർ, ബ്രഹ്മജ്ഞാനികൾ എന്ന് പറയുന്നത്. അവരുടെ നേതൃത്വത്തിൽ യജ്ഞങ്ങളും യാഗങ്ങളും നടത്തിയിട്ട് മഹാബലി എന്തായി? വിശ്വത്തെ മുഴുവൻ ജയിച്ചിരിക്കുന്നു. വിശ്വേശൻ ആയി എന്നുള്ള ഒരു ഭാവത്തിലേക്ക് ഉയർന്നു. വിശ്വജിത്ത് എന്നുള്ള യാഗം നടത്തിയിട്ട്. പ്രത്യേകിച്ച് ഓർമ്മിക്കണം, മഹാബലിയുടെ ചരിത്രം പറയുന്ന സമയത്ത് മഹാബലി കേരളത്തിൽ ഭരിച്ചിട്ടില്ല, അന്ന് കേരളമില്ല എന്നുകൂടി ഓർമ്മിക്കണം. എന്തെങ്കിലും പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പുരാണത്തിൽ വളരെ കൃത്യമായിട്ട് ചരിത്രരേഖയെക്കാളും ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓരോയിടത്തും പോയി കഴിഞ്ഞാൽ ഇതൊക്കെ മനസ്സിലാവും. അതായത് പരശുരാമ അവതാരം ആദ്യം ഉണ്ടായത് വാമനാവതാരമാണ്. അതൊക്കെ കഴിഞ്ഞ് എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് പരശുരാമനും പിന്നീട് ശ്രീരാമ അവതാരമൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ പരശുരാമ അവതാരത്തിലാണ് കേരളം ഉണ്ടാക്കിയതെന്നും അങ്ങനെ മണ്ണാറിയ കേരളത്തിൽ നാഗക്കാവുകളൊക്കെ സ്ഥാപിച്ചതും ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചതൊക്കെ പരശുരാമൻ്റെ നേതൃത്വത്തിലാണ്. ആ സമയത്താണ് ഇതിവിടെ പൂജകൾ ചെയ്യാൻ വേണ്ടിയിട്ടും താന്ത്രിക വിധികൾ അനുസരിക്കുന്നതിന് വേണ്ടിയൊക്കെ അങ്ങ് കൃഷ്ണാനദിക്ക് മറുഭാഗത്ത് നിന്ന് പറഞ്ഞാൽ ദക്ഷിണ കേരളത്തിലേക്ക്, അതായത് ഉത്തര കേരളത്തിനും അപ്പുറത്ത്, ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ മധ്യ ഇന്ത്യയിൽ നിന്നും കർണാടകം അതുപോലെയുള്ള മറ്റുള്ള ഭാഗങ്ങളിൽ നിന്നും മധ്യ ആന്ധ്ര തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും, അതൊക്കെ ദക്ഷിണേന്ത്യയാണ്, അതിനും അപ്പുറത്തു നിന്നൊക്കെ പണ്ഡിതന്മാരെയും ശ്രേഷ്ഠന്മാരെയും കൊണ്ടുവന്ന് ഇവിടെയൊക്കെ കുടിയിരുത്തി താമസിപ്പിച്ച ഒരു കഥയാണ് പരശുരാമനുമായിട്ട് കേരളത്തെക്കുറിച്ച് പറയുന്നത്. അന്ന് കന്യാകുമാരി മുതൽ ഗോകർണം വരെയുള്ള അന്നത്തെ കേരളത്തിൻ്റെ ചരിത്രം കൂടി ഓർമ്മിക്കുക. ആ കേരളത്തിൽ ഇങ്ങനെ ഒരു ഭരണം ഉണ്ടായിട്ടില്ല. എന്നാൽ യഥാർത്ഥത്തിൽ എവിടെയാണ് ഉണ്ടായതെന്ന് അറിയണ്ടേ? അത് നർമ്മദായാത്തട ഉത്തരേ ബലേ ഭൃഗുകച്ഛ സംജ്ഞകേ എന്ന് പ്രത്യേകിച്ച് ശ്രീമദ് ഭാഗവതത്തിലും വാമന പുരാണത്തിലും മറ്റൊരു രൂപത്തിലും ഇത് പറഞ്ഞു തന്നിരിക്കുന്നു. നർമ്മദാ നദിയുടെ ഉത്തരതടത്തിൽ, നർമ്മദാ നദി തീർത്ഥമായിട്ടുള്ള ഗംഗ, യമുന, ഗോദാവരി, സരസ്വതി, നർമ്മദ, സിന്ധു, കാവേരി തുടങ്ങിയിട്ടുള്ള സപ്തതീർത്ഥങ്ങളിൽ ശ്രേഷ്ഠയായിട്ടുള്ള തീർത്ഥ സ്ഥാനമാണ് നർമ്മദയ്ക്കുള്ളത്. അതിപ്പോൾ ഇന്ന് ഗുജറാത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഗുജറാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ എന്താണ് കുറേ സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞ് സൂററ്റ് ഇതൊക്കെ കഴിഞ്ഞിട്ട് അങ്കരേശ്വരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഗുജറാത്തിൽ എത്തും. അവിടെ ആ നർമ്മദയുടെ വടക്ക് ഭാഗത്തെത്തുമ്പോഴേക്ക് അവിടെ നിന്ന് കുറച്ചുകൂടി മാറിക്കഴിഞ്ഞാൽ ഇവിടെ ഭൃഗുകച്ഛ സംജ്ഞക എന്നാണ് പറയുന്നത്. ബറൂച്ച് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അത്ര ഇപ്പോഴവിടെ. അവിടെ പോയി കഴിഞ്ഞാൽ മഹാബലി അന്ന് താമസിച്ച ആ ഗ്രാമവും യാഗം നടത്തിയ സ്ഥലവും കൊട്ടാരമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് ബലി നടത്തിയത്. അന്ന് കേരളമില്ലെങ്കിൽ അന്നത്തെ ഭാരതത്തിൻ്റെ മുഴുവൻ ആധിപത്യം അതൊക്കെയാണ് ഇദ്ദേഹത്തിന് കിട്ടിയത്. ദിഗ്വിജയം ചെയ്തു എന്നാണ് പറയുക. അതായത് ദിഗ്വിജയം ചെയ്യുക എന്ന് പറഞ്ഞാൽ വിശ്വത്തിൻ്റെ മുഴുവൻ അധിപതിയായി കഴിഞ്ഞാൽ രാജാക്കന്മാർ അന്ന് കുതിരയുമായിട്ട് ഓരോയിടത്തും സഞ്ചരിക്കുക. ഓരോ രാജ്യത്തിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ആ ദിക്കുകളെ മുഴുവൻ തൻ്റെ കീഴിലായി. ഭരണം നടത്തുന്ന നാടുവാഴികൾക്ക് നടത്താൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ രാജാധിരാജനായിട്ട് ചക്രവർത്തിയായിട്ട് മഹാബലിയുടെ കീഴിലായിരിക്കും. അതായത് ഇന്നിപ്പോൾ നമ്മുടെ സംസ്ഥാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്താണ് ചീഫ് മിനിസ്റ്റർ മറ്റുള്ള മന്ത്രിമാരൊക്കെ ഉണ്ട്. ഇവരൊക്കെയാണ് ഭരണം നടത്തുന്നത്. നമ്മുടെ പരമാധികാരി കേരളത്തിലാണെങ്കിൽ അവരായിരിക്കും. ഇതൊക്കെ നമുക്കറിയാം. കർണാടകത്തിൽ മറ്റുള്ളവരൊക്കെ ഉണ്ടെങ്കിലും ഇതിനൊക്കെ അപ്പുറത്ത് ഇന്ത്യയുടെ പ്രസിഡൻ്റ് ഉണ്ട്, പ്രധാനമന്ത്രിയുണ്ട്, മറ്റുള്ള ഭരണാധികാരികൾ, സുപ്രീം കോടതിയൊക്കെ ഉണ്ടല്ലോ. ഭാരതത്തിന് മൊത്തത്തിൽ ഒരു ഐക്യവും അഖണ്ഡതയ്ക്കും വേണ്ടിയിട്ട് ഭരണം ഉള്ളതുപോലെ അന്നത്തെ
ഭാരതത്തിൻ്റെ മുഴുവനും ആ ചക്രവർത്തി സ്ഥാനം ഇദ്ദേഹം വിശ്വജിത്ത് എന്ന യാഗത്തിലൂടെ നേടിയെടുത്തു. എല്ലാ നാടുവാഴികളും നാട്ടുരാജാക്കന്മാരും അംഗീകരിച്ചു. അങ്ങനെ ഇദ്ദേഹം വളരെ കേമമായിട്ട് കാര്യങ്ങളൊക്കെ നടത്തി. മാത്രമല്ല ഇദ്ദേഹം ഈ പ്രഭാവം കൊണ്ട് അണികളൊക്കെ പ്രേരിപ്പിച്ചതനുസരിച്ച് വിശ്വജിത്ത് യാഗമാണ്, ഒരു നാടിൻ്റെ ഭരണം അല്ല. അപ്പോഴതായത് സ്വർഗത്തെ പോലും കീഴടക്കാനുള്ള പ്രഭാവമുണ്ടായി. അപ്പോൾ ഈ സ്വർഗം എന്നുള്ളത് ഒരാൾക്ക് ദേവേന്ദ്രന് തീരെഴുതി കൊടുത്തതല്ല. പിന്നെ അവിടെ നമുക്കും അവകാശമുണ്ടെന്നുള്ള നിലക്ക് മഹാബലി അവിടെ മുഴുവനും, അതായത് സ്വർഗത്തിൻ്റെ മുഴുവൻ ആധിപത്യം, പിന്നെ അസുരന്മാർ എന്നുള്ള നിലക്ക് പാതാളത്തിൻ്റെ ആധിപത്യം അവർക്കുണ്ട്. പാതാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതലം, വിതലം, സുതലം, തലാതലം, മഹാതലം, രസാതലം, പാതാളം, ഈ 7 ലോകങ്ങളെ കൂടിയിട്ടാണ് മൊത്തത്തിൽ അധോലോകങ്ങൾ എന്നൊക്കെ പറയുന്നത് സാധാരണഗതിയിൽ. തത് ഓധസ്ഥാൽ എന്നാണ് പറയുക, താഴോട്ടുള്ള ലോകങ്ങൾ, കീഴ് ലോകങ്ങൾ എന്നൊക്കെ പറയും. ഇങ്ങനെയുള്ള ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കീഴ് ലോകങ്ങളെയാണ് പാതാള ലോകങ്ങൾ എന്ന് മൊത്തത്തിൽ പറയുന്നത്. അതിൽ ഒന്ന് മാത്രമാണ് പാതാളം, ഏറ്റവും താഴെയുള്ളത്. അപ്പോൾ അതൊക്കെ പേര് ഒന്ന് മനസ്സിലാക്കുക. അതലം, വിതലം, സുതലം 3 ലോകങ്ങളാണ്. ഭൂമിക്ക് തൊട്ട് താഴെ അതലം, പിന്നെ വിതലം, പിന്നെ സുതലം, പിന്നെ തലാതലം, പിന്നെ മഹാതലം, രസാതലം, ഏറ്റവും താഴെയുള്ളത് പാതാളം. പാതാളത്തിൽ മനുഷ്യന്മാരും അസുരന്മാരും നല്ല വസിക്കുന്നത്, അവിടെ നാഗങ്ങളാണ് വസിക്കുന്നത്. ഇവിടെ ദേവലോകത്ത് പോലും അധികാരം കൈയടക്കി വിഷ്ണു ഭഗവാൻ ഏൽപ്പിച്ചു കൊടുത്ത ദേവേന്ദ്രൻ്റെ സ്ഥാനം പോലും അവിടെ നിന്ന് തള്ളി മാറ്റിക്കൊണ്ട് ആ സ്വർഗത്തിൻ്റെ പോലും ആധിപത്യം ഏറ്റെടുത്തു. അപ്പോൾ ഭൂമിയുടെയും സ്വർഗത്തിൻ്റെയും പാതാള ലോകങ്ങളുടെയും ആധിപത്യം ഏറ്റെടുത്ത് കുറച്ചൊരു അഹംഭാവത്തോടുകൂടി തന്നെ മഹാബലി കഴിഞ്ഞുകൂടി എന്നാണ്. അധികാരങ്ങൾ കിട്ടുന്ന സമയത്ത് അഹംഭാവം കൂടും എന്നുള്ളത് നമുക്കൊരു പ്രമാണമാണ്, ഒരു പഴഞ്ചൊല്ലിനേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ള പ്രമാണം തന്നെയാണ്. അപ്പോൾ ഈ അധികാരം കിട്ടി, വിശ്വത്തിൻ്റെ മുഴുവനും അധിപതിയാണ് ഞാനെന്ന് അഹങ്കരിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് ഇത്ര വർഷത്തേക്ക് ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് അംഗീകരിച്ചു കൊടുത്തിട്ടുള്ള ദേവേന്ദ്രൻ്റെ അധികാര സ്ഥാനത്തെ പോലും, സിംഹാസനത്തെ പോലും തള്ളി മാറ്റിക്കൊണ്ട് നമ്മുടെ ബലി അധികാരം കൈപ്പറ്റി അങ്ങനെ കഴിഞ്ഞുകൂടുന്ന കാലഘട്ടത്തിൽ ദേവന്മാർക്കൊക്കെ വിഷമായി. അവരൊക്കെ നിഷ്കാസിതരായിട്ട് അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്താണ് ദേവന്മാരുടെ മാതാവും അദിതി ദേവിയാണ്, അസുരന്മാരുടെ മാതാവ് ദിതിദേവിയാണ്, രണ്ടുപേരുടെയും പിതാവ് കശ്യപ പ്രജാപതിയാണ്. അങ്ങനെ കശ്യപ പ്രജാപതിയോട് പറയുന്നു ദേവന്മാരൊക്കെ കൂടിയിട്ട്. അദിതി ദേവിക്ക് വളരെ വിഷമമുണ്ടായി, തൻ്റെ മക്കളെ ഇങ്ങനെ വല്ലാതെ കഷ്ടത്തിലാക്കിയല്ലോ എന്നുള്ള തോന്നലുണ്ടായി. ഈ സമയത്ത് പറഞ്ഞു, നല്ലതുപോലെ വിഷ്ണുവിനെ പ്രാർത്ഥിക്കുക, ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലൊക്കെ നേരെയാവും, അല്ലാതെ ഞാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദിതി ദേവി സങ്കടപ്പെട്ടതനുസരിച്ച് ഒരു പയോവ്രതം എന്ന വിശേഷപ്പെട്ട മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. അതായത് ഈ പയോവ്രതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശേഷപ്പെട്ട ഒരു 12 ദിവസത്തെ വ്രതമാണ് പയോവ്രതം. ഫാൽഗുനശ്യാമലേ പക്ഷേ ദ്വാദശാഹം പയോവ്രത അർച്ചയേതരവിന്ദാക്ഷം ഭക്തിയാ പരമയന്വിത. മീനമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ പ്രഥമ മുതൽ 1-ാം ദിവസം മുതൽ 12 ദ്വാദശി വരെയുള്ള സുദിനങ്ങളിൽ 12 ദിവസമായിട്ട് നടത്തുന്ന ഒരു വ്രതമാണ് പയോവ്രതം. പാലും പഴവും മാത്രമേ കഴിക്കുള്ളൂ. കട്ടിലും കിടക്കയിലൊന്നും കിടക്കില്ല, നിലത്ത് ആണ് കിടക്കുക. വ്രതാനുഷ്ഠാനത്തോടു കൂടിയിട്ട് വളരെ പരമഭക്തിയോടെ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്ന ഒരു വ്രതമാണിത്. പ്രഭാതത്തിൽ നേരത്തെ കാലത്തെ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് ഭഗവാന്റെ മണ്ണ് കൊണ്ടൊക്കെ ചെറിയ വിഗ്രഹം പോലെ ഭഗവാന്റെ വിഗ്രഹമൊക്കെ ഉണ്ടാക്കി. ഇതൊക്കെ ശ്രദ്ധിക്കണം. ഒരു വിഗ്രഹം എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായിട്ട് അടി കുറച്ച് വീതിയിൽ തല ഇങ്ങനെ കൂർത്തിട്ട് നമ്മൾ പിരമിഡ് പോലെയുള്ള ഒരു ചെറിയൊരു വിഗ്രഹം ഉണ്ടാക്കി. ആ മണ്ണ് കൊണ്ടുള്ള വിഗ്രഹത്തിൽ അതിൽ വേണ്ടതുപോലെ പൂജിക്കുകയാണ്. അർച്ചന ചെയ്തുകൊണ്ട് പൂജിക്കുക. സൂര്യനെ പൂജിക്കണം, ചന്ദ്രനെ പൂജിക്കണം, അഗ്നിയെ പൂജിക്കണം, ജലത്തെ പൂജിക്കണം. ഇങ്ങനെ എല്ലാറ്റിനെയും ഗുരുവിനെയൊക്കെ പൂജിച്ചുകൊണ്ട് നല്ല മന്ത്രങ്ങളൊക്കെ പറഞ്ഞു തരുന്നു. നമസ്തുഭ്യം ഭഗവതേ പുരുഷായ മഹീയസേ സർവഭൂതനിവാസായ
വാസുദേവായ സാക്ഷിണേ നമോ അവ്യക്തായ സൂക്ഷ്മായ പ്രധാന പുരുഷായ ചതുർവിംശൽ ഗുണജ്ഞായ ഗുണസംഖ്യാനഹേതവേ. ഇത്തരത്തിലുള്ള മന്ത്രങ്ങൾ, കുറേ വിശേഷപ്പെട്ട മന്ത്രങ്ങളുണ്ട്. നമഃശിവായ, രുദ്രായ, നമഃശക്തിധരായ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശേഷപ്പെട്ട കുറേ മന്ത്രങ്ങൾ ജപിക്കാനുണ്ട്. ഇതൊക്കെ ജപിച്ചു കഴിഞ്ഞ് പിന്നീട് വിഷ്ണു സഹസ്രനാമം ജപിക്കണം. പാൽപ്പായസം തുടങ്ങിയിട്ടുള്ള നിവേദ്യങ്ങൾ സമർപ്പിക്കണം. ഒടുവിൽ അഷ്ടോത്തരശതം ജപേത്. അഷ്ടോത്തരശതം അതായത് വിഷ്ണുവിൻ്റെ അഷ്ടോത്തരശതമുണ്ട്, ശ്രീകൃഷ്ണ അഷ്ടോത്തരശതമുണ്ട്. വിഷ്ണു സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞാൽ വിഷ്ണുവിൻ്റെ അഷ്ടോത്തരശതമാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിൽക്കാലത്ത് നമ്മൾ ജപിക്കുന്നത്, ഇപ്പോഴൊക്കെ ജപിക്കുന്നത് ശ്രീകൃഷ്ണ അഷ്ടോത്തരശതമാണ്. ഏതായാലും ഈ അഷ്ടോത്തരശതം ജപിച്ച് പ്രദക്ഷിണം ചെയ്യുക. ഈ വിഗ്രഹത്തെ ഭഗവാനായിട്ട് സങ്കല്പിച്ചിട്ടാണല്ലോ എല്ലാം ചെയ്തത്. പ്രദക്ഷിണം ചെയ്യുക, 4 പ്രദക്ഷിണം ചെയ്ത് നമസ്കരിക്കുക. അതിനുശേഷം പ്രസാദമായിട്ട് എന്താ ആ നിവേദ്യം ഇത്തിരി കഴിക്കുക. പാലും പഴമൊക്കെയാണ് കഴിക്കാൻ പറഞ്ഞതൊക്കെ നിവേദിച്ചത് കഴിക്കുക. പിന്നെ ഇങ്ങനെ ഓരോ ചടങ്ങുകളൊക്കെ പറഞ്ഞ് ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക. അങ്ങനെ വിശേഷമായിട്ട് ഈ ഒരു പ്രാർത്ഥനയോടുകൂടി കഴിഞ്ഞുകൂടുക എന്നുള്ളതാണ്. ഇങ്ങനെ ഹോമം ചെയ്യുക, അർച്ചന ചെയ്യുക. ഇങ്ങനെയൊക്കെ ആയിട്ട് ത്രയോദശി നാളിൽ, 12 ദിവസം കഴിഞ്ഞ് ത്രയോദശി നാളിൽ വിസ്തരിച്ച് ഒരു പൂജയുണ്ട്. 13ാമത്തെ ദിവസം പഞ്ചാമൃത അഭിഷേകമൊക്കെ നടത്തണം. ഋത്വിക്ക്, ആചാര്യൻ, ബ്രാഹ്മണൻ ഇവർക്കൊക്കെ വസ്ത്രവും ദക്ഷിണൊക്കെ കൊടുത്തുകൊണ്ടുള്ള, വന്നു ചേരുന്നവരെയൊക്കെ വേണ്ടതുപോലെ മാനിച്ചുകൊണ്ട് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുകൊണ്ടുള്ള ഒരു വ്രതം. ഇത് വേണ്ടതുപോലെ അനുഷ്ഠിക്കുക, പയോവ്രതം എന്ന് പറഞ്ഞു. അങ്ങനെ പയോവ്രതം അനുഷ്ഠിച്ച ആ പ്രാർത്ഥന വേണ്ടതുപോലെ മീനമാസത്തിൽ ചെയ്ത് 13ാമത്തെ ദിവസം കഴിയുന്നതോടു കൂടിയിട്ട് ഈ അതിഥി ദേവിയുടെ മുന്നിൽ ഭഗവാന്റെ സ്വരൂപത്തെ കാണുന്നു. ആ ഭഗവാന്റെ സ്വരൂപം അതിഥിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. പീതവാസ ചതുർബാഹു ശംഖചക്രഗദാധര തസ്യാപരാതുരഭൂൽത്താദ ഭഗവാൻ ആദിപുരുഷ. ശംഖചക്ര ഗദാധാരിയും പീതാംബരധാരിയുമായ ഭഗവാൻ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. അതിശ്രേഷ്ഠമായ സ്തോത്രങ്ങളെ കൊണ്ട് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. ആ സ്തുതിയൊക്കെ കഴിഞ്ഞതോടുകൂടി ഭഗവാൻ അനുഗ്രഹിച്ചു. അതിൻ്റെ ഫലമായിട്ട് എന്നെ അർച്ചിച്ചതും എന്നെ പ്രാർത്ഥിച്ചതും എന്നിൽ നമസ്കാരം അർപ്പിച്ചതും എനിക്ക് പൂജ ചെയ്തതൊന്നും ഒരിക്കലും വൃഥാവിലാവില്ലാട്ടോ, എൻ്റെ അനുഗ്രഹം വേണ്ടതുപോലെ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് അനുഗ്രഹിച്ചു. അങ്ങനെ വേണ്ടതുപോലെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അതിഥി ദുർലഭമായിട്ടുള്ള ആ ഭഗവാൻ, പ്രത്യക്ഷമായ ഭഗവാൻ അങ്ങോട്ട് പോയെങ്കിലും അതിഥി ദേവിയുടെ ഉള്ളിലേക്ക് ആ ഭഗവാന്റെ സ്വരൂപം നിറഞ്ഞു കണ്ടു. അങ്ങനെ അതിഥി ഭഗവാനെ ഗർഭത്തിൽ ധരിച്ചു. കാലങ്ങനെ കഴിയുന്നതനുസരിച്ച് ബ്രഹ്മാദി ദേവന്മാരൊക്കെ വന്ന് ആ അതിഥി ദേവിയുടെ ഗർഭത്തിലുള്ള ഭഗവാനെ സ്തുതിക്കുന്ന ചില സ്തുതികൾ. നമസ്തേ പൃഷ്ണിഗർഭായ വേദഗർഭായ വേദസേ ത്രിനാഭായ ത്രിപൃഷ്ടായ ശിപിപിഷ്ടായ വിഷ്ണവേ. വിശേഷപ്പെട്ട പ്രാർത്ഥനകൾ കൊണ്ട് എല്ലാവരും സ്തുതിച്ചു. അങ്ങനെ എല്ലാവരും സ്തുതിച്ച് ബ്രഹ്മാദി ദേവന്മാരൊക്കെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അതാ വിശേഷമായിട്ട് സർവേശ്വരനായ ഭഗവാൻ അതിഥിയുടെ പുത്രനായിട്ട് ശംഖചക്ര ഗദാപത്മങ്ങളോടുകൂടി ചിങ്ങമാസത്തിൽ തിരുവോണ സുദിനത്തിൽ ജനിക്കുന്നു. ഇത്തം വിരിഞ്ചസ്തുത കർമ്മവീര്യ പ്രാദുർബഭൂവാമൃതഭൂരദിത്യാം ചതുർഭുജ ശംഖഗദാബ്ജചക്ര വിശങ്കവാസ നളിനായതേക്ഷണ. ഇതാണ് വാമനാവതാരം. ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞു തരുന്ന ശ്ലോകവും അധ്യായവും 18ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു തരും. പിന്നെ നാരായണീയത്തിലും ഭട്ടതിരിപ്പാട് 30ാമത്തെ ദശകത്തിൽ പറഞ്ഞു തരും. ത്വം കാശ്യപേ തപസി സന്നിധൽ തദാനീം
പ്രാപ്തോസി ഗർഭമതിതേ പ്രണുതോ വിധാത്ര പ്രാസൂതജ പ്രകട വൈഷ്ണവ ദിവ്യരൂപം സാ ദ്വാദശി ശ്രവണ പുണ്യദിനേ ഭവന്തം. ദ്വാദശി സുദിനത്തിലാണ് ശ്രവണ പുണ്യദിനം. ശ്രവണദ്വാദശി ശ്രാവണ മാസത്തിലാണെന്നും പറയുന്നു. പിന്നെ ശുക്ല ദ്വാദശിയിൽ തിരുവോണ നക്ഷത്രത്തിൽ അഭിജിത്ത് എന്നുള്ള പ്രത്യേക മുഹൂർത്തത്തിൽ, ധന്യമുഹൂർത്തത്തിൽ ഭഗവാൻ തിരു അവതാരം ചെയ്തു. ഭഗവാൻ അവതരിച്ച ആ ദ്വാദശി വിജയ എന്ന് അറിയപ്പെടുന്നു എന്നാണ്. ഭഗവാൻ അവതരിച്ച ദ്വാദശി ശംഖ് ചക്ര ഗദാപത്മങ്ങളോട് കൂടിയിട്ട് പിശങ്കവാസ നളിനായതേ ക്ഷണ താമരക്കണ്ണനായിട്ട് പീതാംബരപ്പെട്ടുടുത്തിട്ട് ഭഗവാൻ അവതരിച്ചു. അങ്ങനെയുള്ള ചതുർഭുജനായിട്ട് പീതാംബര ധരനായിട്ടുള്ള ഭഗവാന്റെ അവതാരം കഴിഞ്ഞു. ചെണ്ടയുണ്ടായിരുന്നില്ല. അതുപോലെ ശംഖ് മുൻപിൽ, വെൻതല തുടങ്ങിയിട്ടുള്ള വാദ്യഘോഷങ്ങൾ, വാനവർ പുഷ്പവൃഷ്ടി ചെയ്തു, മൃദംഗം മുതലായ വാദ്യഘോഷങ്ങളൊക്കെ മുഴക്കി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സാധാരണ കിരീടമൊക്കെ ധരിച്ചിരിക്കുന്ന വിഷ്ണുവിനെ പോലെ ശോഭിക്കുന്ന ഭാവത്തിലുള്ള ആ വാമനമൂർത്തി സാധാരണ കുറേ കഴിഞ്ഞ് വളർന്നു വരലാണല്ലോ മനുഷ്യക്കുട്ടികളുടെ സമ്പ്രദായം. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ കുട്ടി വിഭൂതിയൊക്കെ ഇങ്ങോട്ട് മാറ്റിവെച്ച് വളർന്നു വരുന്നു. അങ്ങനെ വളർന്ന് ഈ മാതാപിതാക്കളൊക്കെ നോക്കി നിൽക്കെ, കൃഷ്ണാവതാരത്തിൽ ഇങ്ങനെ ഉണ്ടായില്ല, ഇവിടെ മാതാപിതാക്കളൊക്കെ നോക്കിയിരിക്കെ ദിവ്യായുധധരനായ ആ ഹരി പെട്ടെന്ന് ആ സ്വരൂപത്തേക്ക് മറച്ചു വെച്ച്, കൊച്ചുകുട്ടിയാവല്ല ഇത്, കുറച്ച് വളർന്നു വലുതായിട്ട് തമ്പടും വാമനം ദൃഷ്ട്വാ, വാമനനായിട്ട് ഒരു വാമന വടുവായി തീർന്നു എന്ന് പറഞ്ഞാൽ കുറച്ച് തടിച്ച ദേഹത്തോടു കൂടി അധികം ഉയരമില്ലാത്ത ഒരു 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 മനുഷ്യക്കുട്ടി, അതാണ് ഒരു വാമന വടു എന്ന് പറഞ്ഞ ബ്രാഹ്മണ കുട്ടിയായിട്ട് അവിടെ ഇങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കുന്ന രംഗം കാണുന്നു. കശ്യപനെ കൊണ്ട് മഹർഷിമാർ സംസ്കാരാദി ക്രിയകളൊക്കെ ചെയ്യിച്ചു, പേരുവിളി തുടങ്ങിയിട്ടുള്ള ചടങ്ങുകളൊക്കെ ചെയ്യിച്ചു. സൂര്യൻ തന്നെ വന്ന് ഭർഗോദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത് ഗായത്രി മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. ബൃഹസ്പതി ദേവഗുരു തന്നെ ബ്രഹ്മസൂത്രം നൽകി. കശ്യപൻ മേഖല, കൃഷ്ണ അജിനം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് കൃഷ്ണമൃഗത്തിൻ്റെ തൊലിയാണെന്ന് പറയുന്നു. അത് ഭൂമിദേവിയാണ് നൽകിയത്, ഭൂമിയുടെ പ്രതീകമാണ് കൃഷ്ണാജിനം. ബ്രഹ്മാവ് കമണ്ടല് നൽകി, കുബേരൻ ഭിക്ഷാപാത്രം നൽകി. ഇതൊക്കെ എന്തിനാണെന്നറിയോ? ഉമാദേവി ഭഗവതി, സാക്ഷാൽ അന്നപൂർണേശ്വരിയായ ഉമാദേവി ഭഗവതി ഭിക്ഷ നൽകി എന്ന് പറഞ്ഞാൽ, ഒരു ബ്രാഹ്മണൻ ഒരു ചെറിയൊരു കോണകമൊക്കെ കൊടുത്ത് പൂണൂല്, മേഖല, അജിനം, കൃഷ്ണാജിനം, ദണ്ഡം ഇതൊക്കെ ആയിട്ട്, വടിയൊക്കെ ആയിട്ട്, മിതിയടിയൊക്കെ ആയിട്ട് ഇവിടെ കാണാം. ഒരു കുടുംബമൊക്കെ ആയിട്ട് ഒരു ബ്രഹ്മചാരിയുടെ ഒരു പ്രത്യേക വേഷമുണ്ട്. ആ ഒരു ബ്രഹ്മചാരി ആവണം. ഉപനയിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഉണ്ടാവുക. ഉപനയനം എന്ന് പറയും, ബ്രഹ്മോപദേശം ഉപനയനം എന്നൊക്കെ പറയും. പൂണൂലിടുന്ന ചടങ്ങിനാണ് പറയുന്നത്. ഗുരുവോഹോ ഉപനയതി എന്നാണ്. ഈ ഒരു വേഷം എത്തിയപ്പോൾ, പക്ഷേ ഈ കുട്ടിക്ക് സാക്ഷാൽ ഈശ്വരൻ തന്നെ അവതാരം എടുത്തത് കൊണ്ട് സാക്ഷാൽ സൂര്യനെ സാക്ഷി നിർത്തിയിട്ടുള്ള ബ്രഹ്മോപദേശത്തിന് പകരം, ഗായത്രി മന്ത്രോപദേശത്തിന് പകരം സൂര്യൻ തന്നെ നേരിട്ട് ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ സാക്ഷാൽ അന്നപൂർണേശ്വരി തന്നെ ആദ്യത്തെ ഭിക്ഷ നൽകി. അങ്ങനെ സർവ്വസംഭാരങ്ങളോടും കൂടി ഇങ്ങനെ അവിടെ ഹോമമൊക്കെ ചെയ്യണം. നിത്യേന രാവിലെയും വൈകുന്നേരവും ഹോമം കൊണ്ടുണ്ടാക്കി ചമതകളൊക്കെ എടുത്തുകൊണ്ട് ഹോമം ചെയ്യണം. അത് മാത്രമേ ബ്രഹ്മചാരി ചെയ്യേണ്ടതുള്ളൂ. എന്നിട്ട് മന്ത്രങ്ങളൊക്കെ ജപിച്ചു കൊണ്ടിരിക്കുക. ചടങ്ങുകളൊക്കെ ആയിട്ട് മറ്റുള്ളത് ആഹാരത്തിന് പരിശുദ്ധി ഉണ്ടാവണം, കുളിച്ചിട്ട് ആഹാരം കഴിക്കുള്ളൂ. ഇങ്ങനെയുള്ള ബ്രഹ്മചാരിയുടെ കുറേ നിയമങ്ങളുണ്ട്. അതൊക്കെ അനുസരിച്ചു കൊണ്ട് അങ്ങനെ കഴിഞ്ഞുകൂടുന്നു. ഈ സമയത്താണ് നർമ്മദായ തട ഉത്തരേ ബലേ യർദ്വിജസ്തേ ഭൃഗുഗച്ഛ സംജ്ഞകേ, സകലവിധ സംഭാരങ്ങളോടും കൂടി ഭൃഗുക്കളുടെ സഹായത്തോടുകൂടി മഹാബലി എന്തു ചെയ്യുന്നു? ഒരു അശ്വമേധ യാഗം നടത്തുകയാണ് എന്ന് കേട്ടിട്ട് വാമനമൂർത്തിയായ ഈ ഭഗവാൻ ഓലക്കൊടയൊക്കെ പിടിച്ചുകൊണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക, വേഷമൊക്കെ, ചെരുപ്പ്, മിതിയടികളും അതുപോലെ ഓടക്കുഴൽ, കമണ്ടലുമൊക്കെ ആയിട്ട് ബ്രഹ്മചാരിയായിട്ടുള്ള ഉണ്ണി മെല്ലെ പോവുകയാണ്. ഇവിടത്തേക്കാണ് പോകുന്നത്? ഈ പറഞ്ഞ സ്ഥലത്തേക്ക്. നമ്മൾ പറഞ്ഞ നർമ്മദ നദിയുടെ ഉത്തരദിക്കിലാണ് ബലി കൊട്ടാരം. അവിടെയാണ് വിശ്വജിത്ത് എന്ന യാഗം നടത്തുന്നത്. ആ യാഗസ്ഥലത്ത്
ഉദിച്ചുയരുന്ന സൂര്യനെ പോലെ നമ്മുടെ വാമനമൂർത്തിയായിട്ടുള്ള ഉണ്ണി എവിടെ എത്തുന്നു, ബ്രഹ്മചാരി എവിടെ എത്തുന്നു, വേണ്ടതുപോലെ സ്വീകരിക്കുന്നു. മഹാബലിക്കുള്ള ഭക്തിയാണ് ഇവിടെ കാണിച്ചു തന്നത്. പക്ഷെ അന്ന് എത്തിയ ദിവസം എന്തും ഇഷ്ടദാനങ്ങൾ ചെയ്യുന്ന ദിവസമാണ്. വേണ്ടതുപോലെ സ്വീകരിച്ചു. എന്താ വേണ്ടത് ബ്രഹ്മചാരി ഉണ്ണി, അങ്ങേക്ക് എന്താ വേണ്ടത് പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിച്ചിരുത്തുന്നു. ഈ സമയത്ത് പറയുന്നു, എനിക്ക് അമിതമായിട്ടുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല, ഞാൻ രാജ്യം തരാം, ആനകളെ തരാം, സ്വത്ത് തരാം, സമ്പത്ത് തരാം, എന്ത് വേണം, നാടുകൾ വേണോ, എന്ത് വേണം പറഞ്ഞോളൂ, ഒന്നും വിഷമില്ല, ഞാൻ ഇന്ന് ഇഷ്ടദാനം ചെയ്യുന്ന ദിവസമാണ്. പക്ഷേ അന്ന് ബലി പറഞ്ഞു, ഇഷ്ടദാനം ചെയ്യുന്ന ദിവസം തന്നെ ഒരു ബ്രാഹ്മണക്കുട്ടി ഇവിടെ വന്നതുകൊണ്ട് എന്തോ യാചിക്കാനാണ് വന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഇന്നലെ വരാമല്ലോ, ഇന്ന് തന്നെ വന്നപ്പോൾ എന്തെങ്കിലും ആവശ്യപ്പെടാൻ ചോദിച്ചു വാങ്ങാനുള്ള അർത്ഥമാണ്, അങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എനിക്കൊന്നും കൂടുതലായിട്ടുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല, ഞാൻ അമിതമായിട്ട് ആഗ്രഹിക്കാറില്ല, ഒരു പടിഞ്ഞിരുന്ന് ചമ്രം പടിഞ്ഞിരുന്ന് ഹോമം ചെയ്യാനുള്ളൊരു ഹോമകുണ്ടോ അതുപോലെ ഇതും എനിക്ക് സ്വന്തമായിട്ട് വേണം, അതിൽ കൂടുതൽ എന്താ എനിക്ക് വേണ്ടത്, അതിന് പരമാവധി നമ്മൾ പറയുന്നില്ലേ എത്രയാണ് വേണ്ടത്, 3 അടി മണ്ണ്, അതായത് 3 അടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നീളത്തിൽ 3 അടി, ഇങ്ങനെ 3 അടി, അത്രയും മതി എനിക്ക് ഇരുന്ന് ഹോമം ചെയ്യാൻ വേണ്ടിയിട്ട്, എൻ്റെ കാല് കൊണ്ട് അളന്നെടുക്കുന്ന 3 അടി മണ്ണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, അല്ല കൂടുതൽ എന്തെങ്കിലും ചോദിക്കണം, ഈ ഇത്രയും സമ്പന്നനായി എൻ്റെ മുന്നിൽ വന്നിട്ട്, ഞാൻ 3 വിശ്വത്തിൻ്റെ മുഴുവൻ അധിപതിയാണ്, വിശ്വേശമ്മാം ത്രിഭുവനമഖിലം ദൈത്യസിദ്ധോസി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ചൊരു അഹംഭാവത്തോടു കൂടിയിട്ടാണ് ഇദ്ദേഹം സംസാരിച്ചതെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആ അഹംഭാവത്തെ ഒന്ന് ഇല്ലാതാക്കണം, എന്നിട്ട് എൻ്റെ ഭക്തനെ, വിഷ്ണുവിൻ്റെ 12 ഭക്തന്മാരിൽ ഒരാളായ ഈ ബലിയെ പരിപൂർണ ഭക്തനാക്കി അനുഗ്രഹിക്കണം എന്ന് തോന്നി ഭഗവാന്. അതിനു വേണ്ടിയിട്ടാണ് വന്നത് തന്നെ. അപ്പോൾ നിങ്ങൾ വിശ്വത്തിൻ്റെ മുഴുവൻ അധിപതിയാണെങ്കിൽ ഞാൻ ആരാണെന്നുള്ള തോന്നലോടുകൂടി വിഷ്ണു ഭഗവാനാകുന്ന ഈ വാമനമൂർത്തി പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, 3 അടി മാത്രം മതി, തരുന്നെങ്കിൽ തന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ചോദിച്ചത് വളരെ കുറവാണ്, ഇതൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, പക്ഷെ എന്നാലും തരാമെന്ന് പറഞ്ഞു. ഭാര്യയായ വിന്ധ്യാവലി സ്വർണ്ണക്കിണ്ടിയിൽ വെള്ളമൊക്കെ കൊണ്ടുവന്നു. അതാ ആ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നു. മണ്ണ് നുള്ളിയെടുത്ത് വെറ്റില അടക്കിയും പൂവും അക്ഷതമൊക്കെ കൂട്ടിയെടുത്ത് ഓം തത്സൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ 3 അടി മണ്ണ് ദാനം ചെയ്യുന്നു സങ്കല്പിക്കുന്ന രംഗം. അതിനിടയിൽ തടസ്സങ്ങൾ വന്നു. ഗുരു അസുരഗുരുവായ ശുക്രാചാര്യ തടസ്സപ്പെടുത്തി എന്നൊക്കെയുള്ള കഥകളൊക്കെ പറയാം. പക്ഷെ നമ്മൾ ഏതായാലും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് കിടക്കുന്നുള്ളൂ. അതങ്ങനെ കൊടുത്തപ്പോൾ ഗുരു എന്നിട്ട് തടസ്സപ്പെടുത്തി എന്നുള്ള സത്യം. എന്താ പറഞ്ഞത്, ഈ വന്നിരിക്കുന്നത് സാക്ഷാൽ വിഷ്ണുവാണ്, വേഷം മാറി വന്ന വിഷ്ണുവാണ്, ഇദ്ദേഹത്തിന് നിങ്ങൾ 3 അടി മണ്ണ് കൊടുത്താൽ നിങ്ങൾക്കുള്ള എല്ലാ ഈ ഐശ്വര്യങ്ങളും ഇപ്പോഴുള്ള കേമത്വം രാജ്യവും അധികാരമൊക്കെ പോവും എന്നൊക്കെ പറഞ്ഞപ്പോൾ, വാക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും പിന്മാറില്ല, ബലി വാക്കിൽ നിന്ന് പിന്മാറില്ല, ചാപല്യം എനിക്കുണ്ടാവില്ല, ഞാൻ സത്യമേ പ്രവർത്തിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ആ സത്യത്തിൻ്റെ പ്രതീകമാണ് ഇന്നും തിരുവോണം എന്ന് ഓർമ്മിക്കുക. അതുകൊണ്ട് ഗുരുനാഥൻ പറഞ്ഞത് കേട്ടില്ല എന്ന് പറഞ്ഞ് ശപിച്ചു എന്നൊക്കെ കഥകൾ പറയുന്നതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ഉണ്ടായത്. ഇവിടെ ഗുരു പെട്ടെന്നങ്ങത് കൊടുക്കാതിരിക്കാൻ വേണ്ടി ഒരു തടസ്സം അവിടെ നിന്നു. ആ വെള്ളം കൊടുക്കുന്ന സമയത്ത് അവിടെ ഒരു വണ്ടിൻ്റെ രൂപത്തിൽ തടസ്സം നിന്നു. പക്ഷേ ആ സമയത്ത് ഗുരു പറഞ്ഞു, ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ബ്രഹ്മചാരിയല്ല, പിന്നെ ആരാണ്, സാക്ഷാൽ വിഷ്ണു തന്നെയാണ് എന്ന് പറഞ്ഞെന്തിനാണെന്നറിയോ, നമ്മൾ ദാനം ചെയ്യുമ്പോൾ ഒരു പാത്രം അറിഞ്ഞിട്ട് ഇന്നവർക്ക് ദാനം ചെയ്യുന്നത് സങ്കല്പിക്കണം. തലേ ദിവസം തന്നെ ആർക്കാണ് ദാനം ചെയ്യുന്നതൊക്കെ നമ്മൾ ഉറപ്പിക്കണം. അങ്ങനെയൊക്കെ ഒരു സമ്പ്രദായമുണ്ട്. അപ്പോൾ ദാനം ചെയ്യുമ്പോൾ ഭഗവാന് തന്നെയാണ് ചെയ്യുന്നതെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ദാനം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രംഗം ഉണ്ടാക്കിയതാണ് ഈ ഗുരുവിൻ്റെ. പക്ഷേ ഗുരു പറഞ്ഞിട്ടും അനുസരിച്ചില്ല. ഗുരു എല്ലാ ഐശ്വര്യങ്ങളും ഇല്ലാതാവട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും ഈ സമയത്ത് ദാനം ചെയ്തതോടുകൂടി ഇവിടെയാണ് ഭഗവാൻ യഥാർത്ഥ സ്വരൂപം ധരിക്കുന്നു, വിശ്വരൂപ സ്വരൂപം ധരിക്കുന്നു, ആകാശം മുട്ടെ വളരുന്നു. ത്രിവിക്രമൻ എന്ന പേര് വാമനമൂർത്തിക്ക് ഉണ്ടാവുന്നത് ഈ സമയത്താണ്. അങ്ങനെ തൻ്റെ കാലുകൊണ്ട്, ആ വലിയ കാലുകൊണ്ട് ഭൂമിയും സ്വർഗവും പാതാളവും ഒക്കെ അളന്നെടുക്കുകയാണ്. ഒരടി കൊണ്ട് ഭൂമിയും സ്വർഗവും, പിന്നീട് ഒരടി കൊണ്ട് അല്ലേ അളന്നെടുക്കണ്ടേ, ഒരടി കൊണ്ട് തന്നെ ഇത് മുഴുവൻ ഇങ്ങനെ അളന്നെടുക്കുക. രണ്ടാമത് ഒരടി 2 അടി എന്ന് പറഞ്ഞാൽ 2 പാദം വെച്ച് കഴിഞ്ഞാൽ മൂന്നാമതൊരു പാദം വെക്കാൻ സ്ഥലമില്ല എന്നർത്ഥം. ഭൂമിയും സ്വർഗവും പാതാളവും ഒക്കെ അളന്നെടുത്തിട്ട് ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. കാരണം 3 അടിയാണ് എനിക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുന്നത്.
ആ 3 അടി എനിക്ക് തരൂ എന്ന് പറയുന്നു. ഈ സമയത്ത് കൊടുക്കാൻ ഇല്ലാത്ത ഒരവസ്ഥയുണ്ടായി എന്ന് പറഞ്ഞാൽ മഹാബലിയുടേതായിട്ടുണ്ടായത് ഈ ഭൂമിയും സ്വർഗവും പാതാളവുമാണ്. ഇത് മുഴുവൻ 2 അടി കൊണ്ട് ഇങ്ങനെ അളന്നു കഴിഞ്ഞു. ഇനി മൂന്നാമത് ഞാൻ എങ്ങനെയാണ്, എനിക്ക് 3 അടിയിലെ തരാമെന്ന് പറഞ്ഞ് വാക്ക് പാലിക്കൂ എന്ന് പറയുന്ന സമയത്ത് ഇത് ലോകത്തിൽ ഏറ്റവും വലിയൊരു സൗഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം ഈ പാദം ഉയർത്തിയ സമയത്ത് ഭക്തന്മാരെ സംബന്ധിച്ച് ഭഗവാന്റെ പാദമാണ് ശ്രേഷ്ഠം. അനേകായിരം വർഷങ്ങളോളം തപസ്സനുഷ്ഠിക്കുന്ന യോഗീശ്വരന്മാർ പോലും പ്രാർത്ഥിക്കുന്നത് ഭഗവാന്റെ പാദത്തിൻ്റെ അടിഭാഗം കാണണമെന്നാണ്. അത് ശിരസ്സിൽ വെക്കാനുള്ള ഭാഗ്യമാണ് അടുത്തതായിട്ടുണ്ടാവുന്നത്. അതായത് മഹാബലിയാകുന്ന അദ്ദേഹം പറയുന്നത്, അല്ലയോ ഭഗവാനെ, ഈ രൂപത്തിലല്ലോ എന്നോട് വന്ന് ചോദിച്ചത്, ആ ചോദിച്ച രൂപത്തിലേക്ക് തന്നെ ചെറുതായിട്ട് ഞാൻ 3-ാമത്തെ അടിയും തരാമെന്ന് പറഞ്ഞു. കൗതുകത്തോടു കൂടി ഭഗവാൻ ചെറുതായി. അപ്പോഴാണ് കാലിങ്ങനെ ഉയർത്തുന്നു, പാദത്തിൻ്റെ അടിഭാഗം കാണുന്നു, കോൾമയിർ കൊള്ളുന്നു. എൻ്റേതൊക്കെ പോയി, നമുക്കൊക്കെ ഉള്ളത് എൻ്റേതും ഞാനുമാണ്, ഞാൻ ബാക്കിയുണ്ട്, ഇതാ ബലിയായി ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ശിരസ് കുനിച്ചപ്പോൾ ആ 3-ാമത്തെ അടി വെച്ച് എൻ്റെ വാക്ക് പാലിക്കണം, കടം തീർക്കണം, കടത്തോടുകൂടി എന്നെ ഈ ലോകത്ത് നിന്ന് പോകാൻ അനുവദിക്കരുത് എന്ന് ഭക്തനായിട്ടുള്ള ബലി പറഞ്ഞപ്പോൾ ആ പാദം, വളരെ ശ്രേഷ്ഠമായിട്ടുള്ള പാദം, യോഗീശ്വരന്മാർ കാണണമെന്ന് ആഗ്രഹിക്കുന്ന യോഗീന്ദ്രാണം ത്വതങ്കേഷു അധിക സുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥ തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ, ഹൃദയത്തിൽ കാണണേ എന്ന് യോഗീശ്വരന്മാർ പോലും കൊതിക്കുന്ന ഭഗവാന്റെ പാദത്തിൻ്റെ അടിഭാഗം ശിരസിൽ വെച്ചു. അപ്പോൾ ബലിയായി എന്ന് പറയുന്നു. ഇതാ 3-ാമത്തെ അടി ഞാനിതാ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പാദം പിറകോട്ട് എടുക്കുന്നതാണ്. ഇവിടെ ചവിട്ടിയിട്ടില്ല, താഴ്ത്തിയിട്ടില്ല, പാദം വെച്ച് അനുഗ്രഹിച്ചു. ഈ സമയത്ത് കൊൾമയിർ കൊണ്ടോ ആനന്ദസാഗരത്തിൽ ആറാടി നിർനിമേഷനായി നിൽക്കുന്നു ബലി. ആ ബലിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് പറഞ്ഞു, ഞാൻ അധികാരപ്പെടുത്തിയിട്ടുള്ള ദേവേന്ദ്രനെ സ്ഥാനത്ത് നിന്ന് മാറ്റിയതൊന്നും ശരിയായിട്ടില്ല. അങ്ങേക്ക് ഇന്ദ്രപദം വേണോ, തരട്ടെ എന്ന് ചോദിച്ചു. ഒന്നും വേണ്ട ഭഗവാൻ, എനിക്ക് അനുഗ്രഹം മാത്രം മതി എന്ന് പറഞ്ഞപ്പോൾ അതലം വിതലം സുതലം, ഈ 3-ാമത്തെ ലോകമായ സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായ സുതലത്തിലേക്ക് വാമനമൂർത്തി തന്നെ ബലിയെ പിടിച്ച് കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോയിട്ട് അവിടെ ഉപേന്ദ്രനായിട്ട് വാഴിക്കുന്നു. ഈ വാമനമൂർത്തി അവിടെ ഇങ്ങനെ കാവൽ നിൽക്കുന്നു എന്നാണ് പറയുക. വിഷ്ണു ഭഗവാനല്ല, വാമനമൂർത്തിയാണ് ഇപ്പോഴും ഇവിടുത്തെ കാവൽക്കാരൻ, ഈ സുതലത്തിൻ്റെ കാവൽക്കാരൻ. അവിടെ ഉപേന്ദ്രനായിട്ട് ഇപ്പോഴും നമ്മുടെ ബലിയുണ്ട്, മഹാബലിയായി, മഹാനായി. ആ ബലിയാണ് ഇനി അടുത്ത മന്വന്തരത്തിൽ എന്തായിട്ട് വരേണ്ടത്, ദേവേന്ദ്രനായിട്ട് വരേണ്ടതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ബലിയെയും, അതായത് ഭക്തനെയും, മഹാവിഷ്ണുവിൻ്റെ പരമഭക്തൻ, 12 ഭക്തന്മാരിൽ ഒരാളായിട്ടുള്ള അദ്ദേഹത്തെ ഒരിക്കലും ചവിട്ടിയിട്ടില്ല, താഴ്ത്തിയിട്ടില്ല. പാദം വെച്ച് അനുഗ്രഹം, മുത്തശ്ശന് കൈകൊണ്ടുള്ള അനുഗ്രഹം കിട്ടി. പ്രഹ്ലാദന്, മകൻ്റെ മകന് പാദം കൊണ്ടുള്ള അനുഗ്രഹം, അതാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് ഭക്തന്മാരെ സംബന്ധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ചെയ്തതെല്ലാം തൻ്റെ അഹങ്കാരം തീർക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പുണ്യം നിമിത്തം നീ സകല സിദ്ധികളും കൈവന്നവനായി തീർന്നിരിക്കുന്നു എന്നാണ് ഭഗവാൻ ഒടുവിൽ പറഞ്ഞത്. ദർപ്പോച്ഛിദ്യൈ വിഹിതമഖിലം ദൈത്യസിദ്ധ്യോസി പുണ്യൈ, പുണ്യം കൊണ്ട് നീ സകല സിദ്ധിയും നേടിയിരിക്കുന്നു. സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായ ലോകം നിനക്ക് ഭവിക്കട്ടെ, പിന്നീട് ഇന്ദ്രസ്ഥാനവും നിനക്കുണ്ടാവട്ടെ, അതിനുശേഷം എൻ്റെ പാദത്തിൽ സായുജ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദേവശില്പിയായ വിശ്വകർമാവ് നിർമ്മിച്ച ലോകത്തിൽ സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായ ലോകത്തിലേക്ക് പറഞ്ഞയച്ച് അവിടെ ഭഗവാൻ തന്നെ കാവൽക്കാരനായി. സത്യസന്ധത, ധർമ്മ തൽപരത മുതലായ ഗുണങ്ങൾ തികഞ്ഞ മഹാബലിക്ക് ഭഗവാൻ ആ ലോകമാണ് അനുഗ്രഹിച്ചു കൊടുത്തത്. ഇനി 8-ാമത്തെ മന്വന്തരമായ സാവർണി മന്വന്തരത്തിൽ ഈ ബലിയാണ്, ഈ മഹാബലിയാണ് ദേവേന്ദ്രനായിട്ട് വാഴേണ്ടത് എന്നൊക്കെയുള്ള വിശേഷം. അങ്ങനെയുള്ള ബലിയെയും ഭഗവാന്റെ തിരുനാൾ ദിവസം, അതായത് ചിങ്ങമാസത്തിലെ ഈ തിരുവോണം ഭഗവാന്റെ തിരുനാൾ ദിവസം ഏറ്റവും ശ്രേഷ്ഠനായ ഭക്തനെയും ഭഗവാനെയും ഒരുമിച്ച് നമ്മൾ പൂവിട്ട് പൂജിക്കുന്ന രംഗമാണ് അത്തം തുടങ്ങിയിട്ടുള്ള പൂവിടൽ ചടങ്ങും 10 ഓണം എന്ന് പറയുന്ന ചടങ്ങുകൾ, പ്രധാനപ്പെട്ട ചടങ്ങുകൾ. കാരണം നമുക്ക് കാണാം, ഇപ്പം നമ്മൾ പറഞ്ഞു ഇവിടെ വിശേഷമായിട്ട് അതിഥി ദേവി പയോവ്രതം അനുഷ്ഠിക്കുന്ന സമയത്ത് ഈ മണ്ണ് കൊണ്ട്, തണ്ടിലം കൊണ്ട്, മണൽ കൊണ്ടൊക്കെ വിഗ്രഹം ഉണ്ടാക്കിയെന്ന് പറയുന്നു. അടിഭാഗം കൂർത്തിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു വിഗ്രഹം ഉണ്ടാക്കിയത്, തല കൂർത്തിട്ടുള്ളൊരു വിഗ്രഹം.
ഇന്നും ഈ സമ്പ്രദായം, പൂക്കളം ഇടുന്ന സമ്പ്രദായം വടക്കേ മലബാറിലല്ല, തെക്കൻ ജില്ലകളിലൊക്കെ പൂക്കളം വലിയതായിട്ട് ഓരോ ദിവസവും വളരെ പ്രാധാന്യത്തോടു കൂടി ഇടുന്ന പൂക്കളത്തോടനുബന്ധിച്ച് ഈ മാലയൊക്കെ ചാർത്തി അലങ്കരിച്ച് ചിലപ്പോഴൊരു കിരീടമൊക്കെ വെക്കും ഓണ ദിവസം. അന്ന് ഈ ഒരു മണ്ണ് കൊണ്ടുള്ള ഒരു പിരമിഡ് പോലുള്ള ഒരു വിഗ്രഹം ഉണ്ടാക്കി വെക്കും, മണ്ണ് കൊണ്ടുള്ള ഒരു ചെറിയൊരു സാധനം. അത് ഇപ്പോഴൊക്കെ എന്താണ് നമ്മുടെ വാമനമൂർത്തിയുടെ, ഓലക്കടയൊക്കെ എടുത്തിട്ടുള്ള വാമനമൂർത്തിയുടെ രൂപം തന്നെ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ സ്ഥലങ്ങളുണ്ട്. അല്ലാത്തിടങ്ങളിൽ ഇങ്ങനൊരു സാധനം ഉണ്ടാക്കുക, അത് അലങ്കരിച്ച് മാലയൊക്കെ ആക്കി. എന്താ അർത്ഥം? ഈ പൂക്കളത്തിൽ ആരാ ഉള്ളത്? ഭഗവാൻ വാമനമൂർത്തിയുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ബലിയെ സ്വീകരിക്കാൻ വേണ്ടി. ഭക്തനും ഭഗവാനും ഒരുപോലെയാണ് എന്നുള്ള ഭാവത്തിൽ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആ ജനങ്ങളും ഭക്തനും ഭഗവാനും ഒന്നായിട്ട് കണ്ടുകൊണ്ട് ഉച്ചനീചത്വങ്ങളില്ലാതെ സത്യവും ധർമ്മവും പുലർത്തുന്ന വിശേഷപ്പെട്ട ഒരു സുദിനമായിട്ടാണ് നമ്മുടെ പൂർവികർ ചിങ്ങമാസത്തിലെ ഈ പൊന്നോണത്തെ കണ്ടത്. അതുകൊണ്ടാണ് അന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ഗുരുക്കന്മാർ, നമ്മുടെ പരമ്പരകളൊക്കെ പ്രാർത്ഥിച്ചത്. അത് പിൽക്കാലത്ത് അത് നമുക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. ഭഗവാന്റെ ഇത്രയും വലിയ അനുഗ്രഹം കിട്ടിയ ഒരു പരമഭക്തൻ, ഭഗവാൻ തന്നെ കാവൽ നിൽക്കുന്നു. എവിടെ? ആ മഹാബലിയുടെ പുരത്തിൽ, എവിടെ? സുതലത്തിൽ. അത്രയും യോഗ്യനായ ബലിയെ അനുസ്മരിച്ചു കൊണ്ടായിരിക്കണം പിന്നീട് നാടൻ പാട്ടുകളൊക്കെ ആയിട്ട് വന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ 5000-നപ്പുറത്ത് വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഭാഗവതം. അതിലെഴുതിയിട്ടുണ്ട്. അതിനും അപ്പുറത്ത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് വ്യാസൻ വാമനപുരാണം എഴുതിയിട്ടുള്ളത്. അതിലൊക്കെ വളരെ വ്യക്തമായിട്ട് കാണിച്ചു തന്ന ചില രംഗങ്ങളുടെ അനുസ്മരണമാണ്. അപ്പോൾ വാമന ജയന്തി, മഹാവിഷ്ണു തന്നെ വാമനനായിട്ട് അവതരിച്ച പൊന്നിൻ ചിങ്ങമാസത്തിലെ തിരുവോണം എന്ന ദ്വാദശി എന്ന ആ ജയന്തി സുദിനമാണ് നമ്മൾ ഈ ഓണാഘോഷമായിട്ട് നടത്തുന്നത്. അത് ഓണക്കളികളായിട്ടും ഓണത്തിന് പ്രത്യേകിച്ച് ഓണപ്പാട്ടുകളായിട്ടും അതുപോലെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് ഐശ്വര്യത്തോടുകൂടി വിളവും ഒക്കെ ഉള്ള കാലഘട്ടത്തിൽ പൂക്കളൊക്കെ വന്ന് ആ പൂക്കളിലൊക്കെ വണ്ടുകൾ മൂളിപ്പാട്ട് പാടുന്ന സന്ദർഭത്തിൽ ആ പൂക്കളൊക്കെ പറിച്ചു കൊണ്ടുവന്ന് പൂവേ പുലി പൂവേ പുലിയൊക്കെ പാടിക്കൊണ്ട് മനോഹരമായിട്ടുള്ള പൂക്കളം തീർക്കുക. വ്രതശുദ്ധിയോടുകൂടി രാവിലെ നേരത്തെ കാലത്ത് എഴുന്നേറ്റ് കുളിക്കും. ആ ഭാഗത്തൊക്കെ എങ്ങനെയാണ്? അത്തമ്പത്തോണം എന്നാണ്. അത്തം തുടങ്ങുന്നത് മുതൽ വളരെ വിശേഷമാണ്. ഈ അത്തത്തിനാണ് നമ്മൾ ചതുർത്ഥിയും കൂടെ വരുമ്പോഴാണ് ചിങ്ങമാസത്തിൽ അത്തം ചതുർത്ഥി എന്ന ആ ഗണേശ്വരനെ പ്രാർത്ഥിക്കുന്ന രംഗം. അതോടുകൂടിയിട്ട് ആഘോഷത്തിന് തുടക്കം കുറിക്കും. വള്ളംകളി ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അത്തച്ചമയം എന്നുള്ള വിശേഷം. അതുപോലെ തൃക്കാക്കരപ്പൻ്റെ ഉത്സവം മാത്രമല്ല, തിരുവോണത്തിന് മിക്കവാറും ക്ഷേത്രങ്ങളിലുള്ള വിശേഷം. ഇതെല്ലാം കൊണ്ടും നമ്മുടെ പണ്ട് പൂർവികർ പറഞ്ഞത്, മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ല താനും ആധികൾ വ്യാധികൾ ഒന്നുമില്ല ബാലമരണങ്ങൾ കേൾപ്പാനില്ല കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം വെള്ളിക്കോലാദികൾ നാഴികളും എല്ലാം കണക്കിനു തുല്യമായി കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ഭക്തനെയും ഭഗവാനെയും, ഭക്തന് ആദ്യം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഭക്തനെയും ഭഗവാനെയും ഒന്നുപോലെ പൂജിച്ചു കൊണ്ടിരുന്ന ആ ഒരു സുന്ദര സുദിനത്തെ
ഓർമ്മിച്ചുകൊണ്ടുള്ള ഈയൊരു ഓണാഘോഷമാണ് വീണ്ടും ഇന്നേ സുദിനത്തിൽ നമുക്ക് കൈവന്നിരിക്കുന്നത്. ഇന്നലെ ഉത്രാടവും പ്രധാനപ്പെട്ടത്, ഉത്രാട സന്ധ്യയും ഉത്രാട സദ്യയും പ്രധാനപ്പെട്ടത്. അതുപോലെ തിരുവോണ സദ്യ അതിലധികം വിശേഷം. 10-20 വിഭവങ്ങളൊക്കെ ആയിട്ട് തിരുവോണ സദ്യ ഒരുക്കിക്കൊണ്ട് ഇന്ന് നമ്മൾ ഓരോരുത്തരും ആ ഗതകാല സ്മരണയെ വീണ്ടും അനുസ്മരിച്ചുകൊണ്ട് അതിനെ ആഘോഷമാക്കി മാറ്റിക്കൊണ്ട് കഴിയുന്ന സുദിനത്തിൽ ഏവർക്കും ശ്രീ ഗുരുവായൂരപ്പൻ്റെ തൃക്കാക്കരപ്പൻ്റെ വാമനമൂർത്തിയുടെ അനുഗ്രഹം, മഹാബലിയുടെ അനുഗ്രഹം മേൽക്കുമേൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിശേഷപ്പെട്ട തിരുവോണ സുദിനത്തിൽ ഏവർക്കും ഒരിക്കൽ കൂടി തിരുവോണ ആശംസകൾ നേരുന്നു. ഏവർക്കും ആയുസ്സും ആരോഗ്യവും സൗഖ്യവും നൽകി കാരുണ്യമൂർത്തിയായ ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷാഃ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. യോഗീന്ദ്രാണാം ത്വദംഗേഷ്വധികസു മധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥ തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ കൃഷ്ണ കാരുണ്യസിന്ധോ കൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദ സന്തോഷലക്ഷ്മീ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.